രാമപുരം എന്ന ഗ്രാമം അന്ന് രാവിലെ ഉണർന്നത് രണ്ട് സ്ത്രീകളെ കാണാനില്ല എന്ന വാർത്ത കേട്ടാണ്. ആളുകൾ ഗ്രാമം മുഴുവൻ കയറിയിറങ്ങി. എങ്ങും സ്ത്രീകളെ കണ്ടെത്താനായില്ല. ഒരാളുടെ പേര് ഗീത. ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് ജോലിക്ക് പോകുന്നവളാണവൾ. എല്ലാവരുടെയും പ്രിയങ്കരി. നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നതും ഗീതയാണ്. രണ്ടാമത്തെയാൾ ജലജ. ആ ഗ്രാമത്തിൽ നിന്നും സിറ്റിയിലേക്ക് ഒരു ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്ന സ്ത്രീയാണ് ജലജ. ജലജയ്ക്ക് രണ്ട് പെൺമക്കൾ. ഇവർ രണ്ടുപേരെയുമാണ് ഗ്രാമത്തിൽ നിന്ന് കാണാതായിരിക്കുന്നത്. രാമപുരം പൊതുവെ നഗരത്തിൽ നിന്ന് അകന്ന് വളരെ ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമവാസികൾക്ക് നഗരവുമായി യാതൊരു ബന്ധവുമില്ല. അവിടുത്തുകാർ ആ ഗ്രാമത്തിൽ തന്നെ ഒതുങ്ങിക്കൂടാനാണ് പൊതുവെ ശ്രമിക്കാറുള്ളത്. ഇതിൽ നിന്നും വ്യത്യസ്തരാണ് ഗീതയും ജലജയും. അവർ ഗ്രാമത്തിന് വെളിയിൽ പോയി ജോലികൾ ചെയ്യുന്നു. ഈ ഗ്രാമവാസികൾക്കും നഗരവാസികൾക്കും പ്രത്യേകതകളുണ്ട്. അതായത് ഗ്രാമത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഗ്രാമവാസികൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തും. പക്ഷേ നഗരവാസികൾ നേരെ തിരിച്ചാണ്. സ്വന്തം അയൽവക്കത്ത് ആരാണ് താമസിക്കുന്നതെന്ന് പോലും പലർക്കും അറിയില്ല. ഗീത വീട്ടുജോലിക്കാണ് നഗരത്തിലേക്ക് പോകാറുള്ളത്. 2-3 വീടുകളിൽ ഗീതയ്ക്ക് ജോലിയുണ്ട്. ഗീത അവിവാഹിതയാണ്. 37 വയസ്സാണ്. തൻ്റെ അമ്മയുടെ സഹോദരിയുടെ കൂടെയാണ് ഗീതയുടെ താമസം. തനിക്ക് സ്വന്തമായി വീട് വയ്ക്കണം എന്നതാണ് ഗീതയുടെ ഒരു വലിയ സ്വപ്നം. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഗീത നഗരത്തിൽ പോയി സമ്പാദിക്കുന്നത്. കുറച്ച് വ്യത്യസ്തമാണ് ജലജയുടെ കാര്യം. ജലജ വിവാഹിതയായിരുന്നു. ജലജയുടെ ഭർത്താവ് ജലജയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി. ജലജയ്ക്ക് 2 പെൺമക്കളായിരുന്നു. പെൺമക്കളുടെ പഠനം, ഭക്ഷണം, വീട്ടുചിലവ് ഇതൊന്നും താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് ജലജ നഗരത്തിലേക്ക് പോയി ഒരു ജോലി കണ്ടെത്തിയത്. രണ്ടുപേരും ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ദിവസേന പോയി വരാറാണ് പതിവ്. രണ്ടുപേരും ഒരുമിച്ചാണ് ബസ് കയറി പോകുന്നതും. ഇരുവരും നല്ല സുഹൃത്തുക്കളുമായിരുന്നു. അങ്ങനെയിരിക്കെ ഗീത ജലജയോട് ഒരു കാര്യം പറഞ്ഞു. ഗീത ജോലിക്ക് പോകുന്ന വീടിൻ്റെ അയൽവക്കത്ത് ഒരു സ്വാമി വന്നു. ആ സ്വാമിക്ക് അപാര സിദ്ധികളാണെന്നാണ് അവിടുത്തെ താമസക്കാരിയായ മിനി ചേച്ചി ഗീതയോട് പറഞ്ഞത്. മിനി ചേച്ചിയുടെ ഒരു അകന്ന ബന്ധുവാണ് സ്വാമി. അദ്ദേഹം 18ാമത്തെ വയസ്സിൽ ഹിമാലയത്തിൽ പോയി തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 50 വയസ്സ്. ഇത്രയും നാൾ ഹിമാലയത്തിൽ പോയി തപസ് അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് അപാര സിദ്ധികൾ കൈവന്നു എന്നാണ് മിനി ചേച്ചി ഗീതയോട് പറഞ്ഞത്. അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ചാൽ തങ്ങൾക്കും ഐശ്വര്യം വരുമെന്ന് മിനി ചേച്ചി ഗീതയോട് പറഞ്ഞു. നമ്മൾക്കും ആ സ്വാമിയെ പോയി കണ്ടാലോ? ഗീത ജലജയോട് ചോദിച്ചു. ജലജ അതിന് ശരിവെച്ചു. ഒരു പക്ഷേ സ്വാമിയെ പോയി കണ്ട് അനുഗ്രഹം മേടിച്ചാൽ തങ്ങളുടെ കഷ്ടപ്പാടെല്ലാം കുറയും എന്ന് ഇരുവരും കരുതി. അങ്ങനെ അവർ സ്വാമിയെ കാണാൻ തീരുമാനമെടുക്കുന്നു. ഗീത ജോലി ചെയ്യുന്ന വീടിനടുത്തുള്ള സ്ത്രീയായ മിനി അവിടെ താമസത്തിന് വന്നിട്ട് 3 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 3 മാസം കൊണ്ട് തന്നെ മിനി ഗീതയുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചെടുത്തിരുന്നു. മിനിയുടെ ചരിത്രം ഗീതയ്ക്ക് അറിയില്ലായിരുന്നു. മിനി തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥലത്ത് വന്നത് എന്നാണ് ഗീതയെ വിശ്വസിപ്പിച്ചത്. പക്ഷേ മിനിയും കുടുംബവും ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരുന്നു. അവർ തങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും ചെകുത്താന്മാരെ പൂജിക്കുന്ന വ്യക്തികളായിരുന്നു. ഇപ്പോൾ മിനിയുടെയും കുടുംബത്തിൻ്റെയും ലക്ഷ്യം അമരത്വം നേടുക, അതായത് ഒരിക്കലും മരിക്കാത്തവരാവുക, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരാവുക. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായി ഒരു സ്വാമി അവരോട് പറഞ്ഞു നരബലി നടത്തണമെന്ന്. ആ നരബലിക്കുള്ള ഇരകളെ തേടിയാണ് മിനിയും കുടുംബവും ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. കൂടെ സ്വാമിയുടെ വേഷത്തിലുള്ള വ്യക്തി മിനിയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അയാൾ ഒറിജിനലി ഒരു സ്വാമിയല്ല. ഈ നരബലിക്കായി ആളെ പിടിക്കുന്നതിന് വേണ്ടി വേഷം കെട്ടി വന്ന ഒരു കള്ളനായിരുന്നു. അങ്ങനെ ഇരിക്കെ
ഒരു ദിവസം ഗീതയും ജലജയും കൂടി ഈ സ്വാമിയെ കാണാൻ മിനിയുടെ വീട്ടിലേക്ക് വന്നു. ഗീതയും ജലജയും മുൻകൂട്ടി മിനിയോട് വിളിച്ചു പറഞ്ഞിരുന്നു അവർ അവിടേക്ക് വരുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ മിനിയും കുടുംബവും വീട്ടിലുള്ള പൂജാ സെറ്റപ്പൊക്കെ ഭംഗിയായി ചെയ്തിരുന്നു. ഗീതയുടെയും ജലജയുടെയും മൊത്തം ഹിസ്റ്ററിയും മിനി നേരത്തെ തന്നെ സൗഹൃദം നടിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സോമിക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ ഒട്ടും വിഷമമുണ്ടായിരുന്നില്ല. ആ കള്ളനായ സ്വാമിയുടെ വാക്കുകൾ കേട്ട് ഗീതയും ജലജയും അന്തം വിട്ടിരുന്നു. അതിനു കാരണം സ്വാമി പറയുന്നതെല്ലാം അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളായിരുന്നു. സ്വാഭാവികമായിട്ടും സ്വാമിയിൽ അവർക്ക് വിശ്വാസം വർദ്ധിച്ചു. പിന്നുള്ള ദിവസങ്ങളിൽ അവർ സ്ഥിരമായി സ്വാമിയെ കാണാൻ അവിടേക്ക് പോയി. അങ്ങനെ മിനിയും കുടുംബവും ജലജയുടെയും ഗീതയുടെയും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നേടിയെടുത്തു. മിനിയും കുടുംബവും കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. പതിവ് പോലെ ജലജയും ഗീതയും സ്വാമിയെ കാണാൻ ആ വീട്ടിലെത്തി. സ്വാമിയായി നടിക്കുന്ന കള്ളൻ അവരോട് രണ്ടുപേരോടുമായി പറഞ്ഞു, തങ്ങൾക്ക് രണ്ടുപേർക്കും ഐശ്വര്യം വരണമെങ്കിൽ തൻ്റെ ഗുരുവായ ധർമ്മൻ സ്വാമിയുടെ അടുത്തേക്ക് പോകണം. ധർമ്മൻ സ്വാമിയാണ് ഐശ്വര്യങ്ങൾക്കുള്ള പൂജ ചെയ്യുന്നത്. ഈ ധർമ്മൻ സ്വാമിയുടെ സ്ഥലം കുറച്ച് അകലെയാണ്. പൂജയ്ക്കായി യാതൊരു വിധത്തിലുള്ള ചിലവുകളും പറയാത്തതുകൊണ്ടും മിനിയുടെ പെരുമാറ്റത്തിൽ യാതൊരു തരത്തിലുള്ള സംശയം തോന്നാത്തതുകൊണ്ടും ഗീതയും ജലജയും അവിടേക്ക് പോകാം എന്ന് സമ്മതിച്ചു. പിറ്റേ ദിവസം തന്നെ ധർമ്മൻ സ്വാമിയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറായി വരാൻ അവരോട് സ്വാമിയും കൂട്ടരും പറഞ്ഞു. അവർ രണ്ടുപേരും പിറ്റേ ദിവസം തന്നെ യാത്രയ്ക്ക് പോകാൻ തയ്യാറായി. യാത്ര പോകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ കള്ളൻ സ്വാമി ഗീതയോടും ജലജയോടും പറഞ്ഞിരുന്നു, തങ്ങൾ പോകുന്ന വിവരം യാതൊരു കാരണവശാലും ആരെയും അറിയിക്കരുതെന്ന്. അറിയിച്ചാൽ തങ്ങളുടെ പൂജയുടെ ഫലം കുറയും. അതിനാൽ സ്ഥിരം ജോലിക്ക് പോകുന്നത് പോലെയാണ് ഗീതയും ജലജയും അന്നും ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിയത്. അവർ ധർമ്മൻ സ്വാമിയുടെ വാസസ്ഥലത്തേക്കെത്തി. ഒരു നിഗൂഢമായ സ്ഥലം. ഒരു വലിയ റബ്ബർ കാട്ടിന് നടുവിലായി പായൽ പിടിച്ച ഒരു ഇരുനില കെട്ടിടം. കെട്ടിടത്തിന് ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നു. അവരുടെ കാർ നേരെ വന്ന് ആ കെട്ടിടത്തിൻ്റെ ഗേറ്റിന് മുന്നിലായി നിന്നു. തുരുമ്പ് പിടിച്ച് ഇടയ്ക്കുള്ള കമ്പികളൊക്കെ ദ്രവിച്ചു പോയ നിലയിലുള്ള ഒരു ഗേറ്റ്. ഒരു കറുത്ത മുണ്ടുടുത്ത് തോളിൽ ഒരു കറുത്ത തോർത്തിട്ട് കണ്ടാൽ സ്വല്പം ഭയം തോന്നിക്കുന്ന ഒരാൾ വന്ന് ഗേറ്റ് തുറന്നു. കാർ അകത്തേക്ക് കടന്നു. എല്ലാവരും കാറിൽ നിന്നിറങ്ങി. ഗീതയ്ക്കും ജലജയ്ക്കും എന്തോ പന്തികേട് തോന്നിയെങ്കിലും മിനി ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് അവർ ധൈര്യമായി മുന്നോട്ട് നടന്നു. അകത്ത് കടന്നതും മിനി ചേച്ചിയുടെ ഭർത്താവ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. എല്ലാവരും അയാളെ പിന്തുടർന്ന് മുകളിലേക്ക് പോയപ്പോൾ ഒരു മുറിയിൽ ധർമ്മൻ സ്വാമി ഇരുന്ന് എന്തോ പൂജകളൊക്കെ ചെയ്യുന്നതായി കണ്ടു. പക്ഷേ ഗീത ശ്രദ്ധിച്ചപ്പോൾ കുറേ തലയോട്ടികളും പിന്നെ മനുഷ്യൻ്റെ എല്ലുകൾ എന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കളും അവിടെ ഇരിക്കുന്നതായി ഗീത കണ്ടു. ഒരു ആഭിചാര കർമ്മത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെയുണ്ട്. പെട്ടെന്ന് ഗീത തിരിഞ്ഞ് എന്തോ ചോദിക്കാൻ പോയതും ആരോ ഗീതയുടെയും ജലജയുടെയും മുഖത്തുകൂടി ഒരു കറുത്ത തുണിയിട്ട് മൂടി. രണ്ടുപേരും ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ആരോ അവരുടെ വായ പൊത്തി. രണ്ടുപേർക്കും വെളിയിൽ എന്താണ് നടക്കുന്നതെന്ന് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ അവിടെ കൂടി നിന്ന ആളുകളുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി തങ്ങളെ രണ്ടുപേരെയും ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പോഴാണ് മിനി ചേച്ചിയുടെ സൗണ്ട് ജലജയും ഗീതയും കേട്ടത്. മിനി ചേച്ചി ധർമ്മൻ സ്വാമികളോട് പറയുന്നു, ഇതാണ് ബലിക്കുള്ള ഇരകൾ. സ്വാമി തങ്ങളുടെ ബലി തുടർന്നാലും. ഗീതയെയും ജലജയെയും ആ രണ്ടുപേരെയും അവർ എല്ലാവരും കൂടി അവിടെ വെച്ച് നരബലി കൊടുത്തു. രണ്ടുപേരുടെയും ശരീരഭാഗങ്ങൾ അവർ ആഹാരമാക്കുകയും ചെയ്തു. ഇത് തങ്ങൾ ചെയ്യുന്ന പൂജയുടെ ഫലം കൂട്ടും എന്ന് ധർമ്മൻ സ്വാമി അവരോട് പറഞ്ഞിരുന്നു. ഗീതയെയും ജലജയെയും ആ ഗ്രാമത്തിലുള്ള ആരും തന്നെ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ ഈ കഥ ഇവിടെ പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ അമിതമായ അന്ധവിശ്വാസങ്ങളെ മുതലെടുത്ത്
മിനി ചേച്ചിയെപ്പോലെയും ധർമ്മൻ സ്വാമികളെപ്പോലെയും പലരും നമ്മെ വന്ന് സമീപിക്കും. സ്വന്തം യുക്തി ഉപയോഗിച്ച് അവരെ നേരിടുക. കപട സ്വാമികളുടെ കൈകളിൽ പോയി വീഴാതിരിക്കുക. ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾക്കും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.